ഇങ്ങനൊരു ഇത് വന്നതുകൊണ്ട് ഒത്തിരി പ്ലേയേഴ്സിന് കുറെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതാണ് നമ്മള് നമ്മുടെ ബെനിഫിറ്റ്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ പയ്യനാട് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ദീർഘമായൊരു യാത്രയായിരുന്നു. ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് ഇപ്പോഴേ പ്രഡിക്ഷൻ പറഞ്ഞിട്ടെ സന്ദീപ് ബ്രോ. ഇന്ന് നമ്മൾ തൃശ്ശൂർ FC-ക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഫോൾസാ കൊച്ചി SLK മൂന്നാമത്തെ അവേ മാച്ചാണ്. ഇപ്പോൾ ഓൾറെഡി 4 മാച്ചസ് ആയി കഴിഞ്ഞ് 5ാമത്തെ മാച്ച് നമ്മൾ കളിക്കാൻ പോകുന്ന. അത് ഫസ്റ്റ് ലെഗിലെ ആദ്യത്തെ എല്ലാ മാച്ചസും ഇന്നത്തെ കൊണ്ട് ഫിനിഷ് ആവും. നമ്മളിപ്പോൾ 4ാം സ്ഥാനക്കാരാണ്. തൃശ്ശൂർ FC എനിക്ക് തോന്നണത് 6ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. എന്തായാലും തെറ്റണ്ടേ ക്ഷമിക്കുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എവേ മാച്ച് കാണാൻ പോവുകയാണ്. നമ്മൾ പൊളിക്കുമല്ലേ? പൊളിക്കും സെറ്റ്. ഇന്ന് നമ്മൾ വെൽ സെറ്റായിട്ടാണ് പോകാൻ പോകുന്നത്. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, അല്ലേ സന്ദീപ് ബ്രോ? അപ്പോൾ കഴിഞ്ഞ കളിയിൽ ഞങ്ങൾ വെറും 14 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ 20 പേരായിട്ടാണ് കൊച്ചിയിൽ നിന്ന് പോകുന്നത്. പിന്നെ അവിടെയും കൊച്ചിക്കാരുണ്ട്, പിന്നെ വയനാട്ടിൽ നിന്ന് വരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന വണ്ടി GK ഹോളിഡേയ്സ്. മായ ചേച്ചി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയാ, പൊളിക്കൂലേ? പിന്നെ ഇന്ന് പൊളിക്കും ഉറപ്പായിട്ടും. അതെ, നമ്മള് ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കുന്ന അതേ സെയിം സപ്പോർട്ട് നമ്മുടെ ഫോൾസാ കൊച്ചിക്ക് കൊടുക്കണം. കാരണം നമ്മുടെ നാട്ടിലത്തേത്, നമ്മുടെ കേരളത്തിലുള്ള എന്ന് വെച്ചാൽ എല്ലാ ടീമും നമ്മുടെ കേരളത്തിലേതാണ്. എന്നാലും നമ്മൾ കൊച്ചിക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിയല്ലാതെ സന്തോഷമൊന്നുമില്ല. നമ്മൾ കൊച്ചിയെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് പ്രഡിക്ഷൻ എങ്ങനെ? അതെ, ഇല്ല, തൃശ്ശൂർ FC-ക്കെതിരെയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-1 അതാണ് പ്രഡിക്ഷൻ. എപ്പോ പറഞ്ഞാലും തെറ്റും, എന്നാലും പറയാൻ പറ്റില്ലേ, ചിലപ്പോ മായശേഷിയുടെ പ്രഡിക്ഷൻ ആയിരിക്കാം. എന്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട പ്ലേയേഴ്സ് ആണല്ലോ. അതെ, അതെ, അല്ല CK വിനീത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ആണ്. അപ്പം അവരെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണിക്കാൻ പറ്റത്തുമില്ല. അവരൊക്കെ നമ്മുടെ സ്വന്തമാണ്. എന്നാലും നമ്മുടെ കൊച്ചി എന്ന് പറയുമ്പോൾ അതൊരു 90 മിനിറ്റ് വരെ അത് കഴിയുമ്പോൾ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അത് എവരി ടീം, എല്ലാ ടീമിനും. ബ്ലാസ്റ്റേഴ്സിലാണെങ്കിലും 90 മിനിറ്റ് വരെയാണ് നമ്മൾ ഓപ്പണൻസിനെ നമ്മള് ബൂ ചെയ്യാറുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ ശേഷം നമ്മള് നമ്മുടേതായ ഒരു മര്യാദ കാണിക്കുന്നുണ്ട്. മറ്റുള്ള ഫാൻസുകാർ ചെയ്തില്ലെങ്കിലും നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തൃശ്ശൂർ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ ബന്ധപ്പെട്ടവരാണ്. അല്ലെങ്കിൽ മലപ്പുറത്താണെങ്കിലും മലപ്പുറത്ത് ആരെല്ലാം ഉണ്ട്, അനസ്, അങ്ങനെയുള്ള എന്തോരം ആൾക്കാരുണ്ട്. എന്നാലും നമ്മുടെ കൊച്ചി കേരളത്തിൽ നിന്ന് കുറെ പ്ലേയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ല ഇങ്ങനൊരു ഇത് വന്നതുകൊണ്ട് ഒത്തിരി പ്ലേയേഴ്സിന് കുറെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അതാണ് നമ്മള് നമ്മുടെ ബെനിഫിറ്റ്. കുറെ കേരളം വളരുന്നു. ഇനിയും ഈ ഒരു സീസൺ ഇപ്പൊ നമ്മൾ തുടക്കമാണ്. തുടക്കത്തിൽ ചിലപ്പോൾ പല പാളിച്ചകളുണ്ടാകാം, ഒത്തിരി ഇതുണ്ടാകാം. പക്ഷെ ഇനിയാണെങ്കിൽ ഈ ലീഗ്, എന്റെ ഒരു അഭിപ്രായത്തില് ഈ ലീഗ് ഇനിയും മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പാവപ്പെട്ട കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് വളർന്ന് വലുതാകാനായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കിട്ടുന്നത്. ശരി, തീർച്ചയായിട്ടും പൊളിക്കും. നിക്ക് സുഖല്ലേ? അപ്പൊ നമ്മളിന്ന് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ FC-ക്കെതിരെ മലപ്പുറത്തേക്ക് പോവുകയാണ്. അതെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, എനിക്കറിയില്ലായിരുന്നു ഈ ഫോൾസാ കൊച്ചി അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചത് ബ്രോയാന്നുള്ള കാര്യം. ബ്രോനെ പരിചയപ്പെട്ട് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ്. ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്രോയാണ്
ഫോഴ്സ കൊച്ചി എന്ന് പറഞ്ഞ പേരിട്ടതെന്നൊന്നും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ വീഡിയോ കണ്ടു ഞാൻ, അപ്പോഴാണ് ബ്രോ ആ പേര് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാ ബ്രോ കണ്ടുപിടിച്ചത്? ബ്രോ ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബാഴ്സലോണയുടെ വലിയ ഫാനാണ്. നമ്മുടെ ബാഴ്സലോണയിലെ അവരുടെ ചാനൽ എന്ന് പറഞ്ഞ ഫോഴ്സ ബാഴ്സ അങ്ങനെയാണല്ലോ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കണ്ടു, നമ്മുടെ പൃഥ്വിരാജ് സാർ ഇട്ടാണ് സ്റ്റോറി. ആ സ്റ്റോറി അല്ല, ഒരു പോസ്റ്റ് കണ്ടു. അതായത് ആദ്യമം നമ്മുടെ കൊച്ചി ടീമിന്റെ പേര് കൊച്ചി പൈപ്പേഴ്സ് എന്നായിരുന്നു. കൊച്ചി പൈപ്പേഴ്സ്. പൃഥ്വിരാജ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പേര് കണ്ടുപിടിക്കും, പേര് ചേഞ്ച് വേണം. അപ്പോ അങ്ങനെ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഒരു പേര് വേണമെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കുറെ പേര് ഉണ്ട്, അതായത് എന്താ പറയാ, കുറെ മറ്റേ അലമ്പലമ്പായുള്ള കുറെ പേരുണ്ട്. അതെ അതെ അതെ. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നാണ് ഫോഴ്സ കൊച്ചി FC. അല്ല, നമുക്ക് ഫോഴ്സ ക്രൂസും ബ്രോ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഫോഴ്സ ക്രൂസ് ഞാൻ ഇട്ടത്. ഓ പൊളി, നിസ്സാരക്കാരനല്ല അല്ലേ ബാദു? പിന്നെ ബ്രോയുടെ ഇന്നത്തെ സ്കോർ പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഇന്ന് നമ്മൾ എന്തായാലും ജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ജയിച്ചിട്ട് എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തോടെ നമ്മൾ, അതായത് നല്ലൊരു ഗോളോട് ജയിച്ചു കഴിഞ്ഞാൽ നമ്മള് ടോപ്പ് 2 ടോപ്പ് 3 കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3-0. അതെ അതെ, ഫസ്റ്റ് ഒരു ലെഗ് കഴിയുന്നു തോന്നല്ലേ ഇന്നത്തോണ്ട്? എല്ലാ ടീമിനോടും കളിച്ചെന്നുള്ള ഇതാവും അല്ലേ? അതെ അതെ. അത് കഴിഞ്ഞും മാച്ച് സെക്കൻഡ് ഫേസ് 9-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 9-ാം തീയതി അതും മലപ്പുറം. അതെ, ഓ ഇത് പൊളിക്കും. പിന്നെ ബാദു, നിന്റെ സ്കോർ പ്രഡിക്ഷൻ എങ്ങനെയാ? 2-1. ലാസ്റ്റ് 2-1 തന്നെയായിരുന്നു മമ്മൂന്റെ. മമ്മു ഇദ്ദേഹത്തിന്റെ അനിയനാണ് മമ്മു. അവൻ വന്നില്ല ഇന്ന്? ക്ലാസ് ഉണ്ട്. അവൻ ഭയങ്കര വലിയ ആരാധനാട്ടോ. അവൻ പറഞ്ഞ അതുപോലെ തന്നെ നടക്കുകയും ചെയ്യും. കഴിഞ്ഞ കളിയിൽ അവൻ 2-1 ആയിരുന്നു അവന്റെ പ്രഡിക്ഷൻ. അതേപോലെ തന്നെ നമ്മുടെ ടീം ജയിക്കുകയും ചെയ്ത് 2-1 പൊളിച്ച്. നമ്മുടെ ആൽബിന്റെ അനിയൻ, നിന്റെ പേര് പറയടാ? അസ്ലിൻ. ഇവനും വലിയൊരു ആരാധകരാണ് നമ്മുടെ ഫോഴ്സ കൊച്ചിയുടെ. ബ്ലാസ്റ്റേഴ്സിന്റെയും കൂടെ ആരാധകരാണ്. അപ്പൊ നമ്മുടെ ഇന്ന് ടീം ജയിക്കും? പിന്നെ ജയിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇന്നും ജയിക്കും. ലാസ്റ്റ് മാച്ച് നീ വന്നായിരുന്നു? ഈ ലാസ്റ്റ് മാച്ച് വന്നില്ല, എനിക്ക് വീട്ടിൽ പോയി, നാട്ടിൽ പോയി. ഇന്നത്തെ എങ്ങനെയാ സ്കോർ പ്രഡിക്ഷനിന്റെ? ഇന്ന് ഒരു 3-1. ഭയങ്കര സെറ്റ് ആടാ. 3-1 പറയണത് കാണാം. പിന്നെ ഇസ്മായിൽ പാടി എന്താ മാറിയിക്കണ? വാടാ നിന്റെ സ്കോർ പ്രഡിക്ഷൻ എങ്ങനെയാ ഇന്നത്തെ? 0-1. ഷുർ 0? നമ്മള് വണ്ട് അങ്ങനെ പറയാ. നമ്മള് ജയിക്കുന്ന ആദ്യം പറയണം, അല്ലെങ്കിൽ നേരെ തിരിച്ചാവും. എനിക്ക് ഇതേപോലെ പടിയിട്ടിട്ടുള്ള നമ്മള് ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് കാണാൻ പോയപ്പോഴേ ഞാൻ 2-1 എന്ന് പറഞ്ഞു സ്കോർ പ്രഡിക്ഷൻ. 2-1 പോലെ സംഭവിച്ചു, പക്ഷെ അത് ബ്ലാസ്റ്റേഴ്സിനായിരുന്നില്ല, പഞ്ചാബ് FC ആയിരുന്നു 2-1 ജയിച്ചു. അങ്ങനെ തന്നെ കുറെ പേര് കളിയാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടീമിന്ന് ജയിക്കും, സെറ്റ് ആക്കും, പൊളിക്കും അല്ലേ? ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ്. നമ്മള് സ്ഥലം എവിടെയാണ്? പറവൂര് എത്തിയിരിക്കുക. ഇപ്പൊ നമ്മുടെ എന്താണ് ഗ്രൂപ്പിലുള്ള സാദിഖാന്നല്ലേ, സാദിഖാന്റെ റെസ്റ്റോറന്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. സാദിഖ, നമ്മുടെ കടയുടെ പേരെന്താ? പേരൊക്കെ ഉണ്ടോ? ജനകീയ ഹോട്ടലാണ്. ഇപ്പൊ എത്ര ഇയേഴ്സ്? അടുക്കുമായിട്ട് ഇപ്പൊ 1 മാസത്തെ ആവുന്നുള്ളൂ. ഇതാണ് ഹോട്ടൽ സ്വാഗത്. ഇവിടെയാണ് നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ്. ബ്രോ താങ്ക് യു കേട്ടോ. ബ്രോ പിന്നെ ഒരു ബിരിയാണിക്കൊക്കെ എത്ര റേറ്റിങ്ങിന് കൊടുക്കണം? പ്രൈസ് ഒക്കെ ബിരിയാണി നിങ്ങളുടെ കടയിൽ? 120. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾക്ക് ആയതുകൊണ്ട് കുറച്ച് ഓഫറിലൊക്കെ തന്ന്. അപ്പം എല്ലാവരും വരിക. നല്ല ബിരിയാണി ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു, വയറിറഞ്ഞു. അല്ലേ, ഇനി രാത്രിത്തേക്കൊന്നും കഴിക്കേണ്ടെന്നായി. അത് അത്രയും ആസ്വദിച്ച് കഴിച്ചു ഞങ്ങൾ.
യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ പയ്യനാട് സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ദീർഘമായൊരു യാത്രയായിരുന്നു. 6 മണിക്കൂറാണ് ട്രാവൽ ചെയ്തത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മലയുടെ മണ്ടക്കാണ് ഒരു സ്റ്റേഡിയം ഇരിക്കുന്നത്. കൊള്ള, അടിപൊളി സ്റ്റേഡിയം, വൈബാണ്, നല്ല ക്ലൈമറ്റ്. മഴ പെയ്യാതിരുന്നാൽ മതി. ഇതിനു മുമ്പ് മഴ പെയ്തെന്നായിരുന്നു പറഞ്ഞത്. മഴ പെയ്യാതിരിക്കട്ടെ. ഇവിടെ നമ്മുടെ പിള്ളേർ സെറ്റായിക്കൊണ്ടിരിക്കുവാണ്. ആള് കുറവാണ്, അത് മലപ്പുറത്തിനെതിരെ അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. കുറച്ച് പേര് വയനാട്ടിൽ നിന്ന് വന്നവരൊക്കെ അപ്പുറത്തുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇന്ന് പൊളിക്കും. ഇന്ന് ആ 3 പോയിന്റ്സ് ആയിട്ടാണ് നിങ്ങൾ ഇന്ന് കൊച്ചിക്ക് പോകുള്ളൂ. ഗായ്സ്, അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ കയറിയിരിക്കുവാണ്. നമ്മുടെ ബാനർ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഫോഴ്സ ക്രൂസ്. ഇവിടെ പ്ലേയേഴ്സൊക്കെ പ്രാക്ടീസിലാണ്. ഇപ്പോൾ സമയം 7:16. 7:30 കളി തുടങ്ങും. സെറ്റ്. എങ്ങനെയാണ് ഇന്ന് നമ്മുടെ ടീം ജയിക്കും? എങ്ങനെ, എത്ര ഗോളിന് ജയിക്കും? 2-1 എത്ര ഗോളിന് പൊട്ടിക്കും? 2-1 2-1 3-1 4-1 10-0 2-1 3-1 2-0 ആരൊക്കെയാണ് ഇവിടെ നമ്മുടെ പിള്ളേര് ചീത്തപ്പവറാണ്. ചീത്തപ്പവർ ലെവലാണ് മോനെ. കുറച്ച് ഡിലേ ആയിപ്പോയി. അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിന് ശേഷം ഹാഫ് ടൈം ആയിരിക്കുവാണ്. നല്ല മികച്ച രീതിയിൽ 2 ടീമും നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അല്ലേ, നല്ല കിടിലൻ ചാൻസ് കിട്ടിയതുകൊണ്ട് മിസ്സായി. ചാൻസസ് ഒരുപാട് കിട്ടി, പക്ഷേ ഇനി സമയമുണ്ടല്ലോ. ഹാഫ് ടൈം ഇനിയുണ്ട്. സെക്കൻഡ് ഹാഫിൽ കാണാൻ മതി. ഗോൾ എന്തായാലും അടിക്കും, തീർച്ചയായിട്ടും. ആരെങ്കിലും ഒരാൾ ഗോൾ അടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ കൊച്ചി ജയിക്കട്ടെ, നമുക്ക് കാണാം. എൻ്റെ പ്രഡിക്ഷൻ 1-0 നമ്മൾ ജയിക്കും. 1-0 ആണ്. ഇവിടെ
ബ്രോ പൊളിച്ചില്ലേ? പൊളിച്ച് ഫൈനലി നമ്മൾ വിജയിച്ചിരിക്കുന്നു അല്ലേ? സെറ്റ് സെറ്റ്. പൊളിച്ച കളി തൊണ്ടയൊക്കെ പോയി. പക്ഷേ ഇല്ലേ ജയിച്ചു കിട്ടിയല്ല, അത് തന്നെ വലിയ സന്തോഷം. യെസ് ബോയ്സ് കൊച്ചി. ഇനിയും ഇതിലും മികച്ച സപ്പോർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.